ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം ഇരട്ടിയാകുമ്പോൾ ത്രികോണത്തിന്റെ കോണുകളുടെ സൈനിന്റെ അനുപാതം എന്താവും എന്നാണ് ക്വസ്റ്റ്യൻ. ഇരട്ടിയാകും, മാറ്റമില്ല, പകുതിയാകും, ഇവയൊന്നുമില്ല. അപ്പൊ സൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സൈൻ എന്ന് പറഞ്ഞാല് എതിർവശം ബൈ കർണമാണ്. അപ്പൊ ഒരു ത്രികോണത്തിന്റെ സൈൻ എതിർവശം ബൈ കർണമാണ്. അപ്പൊ അതിന്റെ വശങ്ങളുടെ നീളം ഇരട്ടിയായി. അപ്പൊ എതിർവശം എന്തായി? പുതിയ ഇതെന്തായി? എതിർവശം എന്ന് പറയുന്നത് ഇരട്ടിയായി. 2 ഇൻറ്റു എതിർവശം എന്നായി. കർണവും ഇരട്ടിയായില്ലേ? വശങ്ങളെല്ലാം ഇരട്ടിയായി. സോ 2 ഇൻറ്റു കർണം എന്നായിട്ടുണ്ട്. അപ്പൊ 2ഉം 2ഉം കട്ട് ചെയ്ത് കളഞ്ഞാൽ വീണ്ടും എതിർവശം ബൈ കർണം എന്ന് തന്നെയല്ലേ വരുന്നത്. അപ്പൊ വശങ്ങളുടെ നീളം ഇരട്ടിയായെന്ന് പറഞ്ഞാലും കോണുകളുടെ സൈനിന്റെ അനുപാതത്തിൽ മാറ്റം ഉണ്ടാവത്തില്ല. സോ മാറ്റമില്ല എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 100 ഫാക്ടോറിയൽ എന്ന സംഖ്യയുടെ അവസാനിക്കുന്ന പൂജ്യങ്ങളുടെ എണ്ണം എത്ര? 20, 21, 23 and 24. ആൻസർ വരുന്നത് 24 ആണ്. അതെങ്ങനെയാ വന്നേന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ 100നെ ഒന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്യുക, അതായത് അഭാജ്യ സംഖ്യകൾ വെച്ച് ഒന്ന് ഘടകങ്ങളാക്കുക. അപ്പോ 5, 20, അപ്പൊ 100ന്റെ ഫാക്ടേഴ്സ്, പ്രൈം ഫാക്ടേഴ്സ് 5ഉം 2ഉം ആണെന്ന് കിട്ടും. അപ്പൊ 100ല് 5നേക്കാട്ടിലും കൂടുതൽ 2 ഉള്ളത് കൊണ്ട് നമ്മൾ 5 ആണ് ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ 5 ചൂസ് ചെയ്യുമ്പോൾ 100ല് വരുന്ന 5ന്റെ മൾട്ടിപ്പിൾസ് എത്ര എണ്ണം വരും? 5, 10, 15, അങ്ങനെ 100 വരെ നോക്കുമ്പോൾ 20 മൾട്ടിപ്പിൾസ് ആണ് വരുന്നത്. 5ന്റെ 20 മൾട്ടിപ്പിൾസ് ആണ് 100ല് വരുന്നത്. അതുകൂടാതെ ചില നമ്പേഴ്സ് ഈ 5ന്റെ മൾട്ടിപ്പിൾസ് തന്നെ, ഇപ്പൊ 25 എന്നൊരു നമ്പർ എടുത്താൽ അതിൽ 5 ഇൻറ്റു 5 അല്ലേ 25. അപ്പൊ വീണ്ടും ഒരു 5 എക്സ്ട്രാ വന്നിട്ടുണ്ട്. 75 എടുത്തു കഴിഞ്ഞാൽ 5 ഇൻറ്റു 3 ആണ് വരുന്നത്. ഇപ്പൊ 50 എടുത്തു കഴിഞ്ഞാൽ 5 ഇൻറ്റു 2 ആണ് വരുന്നത്. അതുപോലെ തന്നെ 100 എടുത്തു കഴിഞ്ഞാൽ 50 ഇൻറ്റു 2 അല്ലേ? 50 ഇൻറ്റു 2, 50 എന്ന് പറയുന്നത് 5 ഇൻറ്റു 2 ആണ്. പിന്നെ 50 ഇൻറ്റു 2 ഇൻറ്റു 2 എന്നും കൂടെ വരും. അപ്പോൾ ടോട്ടൽ 100നകത്ത് 5ന്റെ 20 ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ 20 ഫാക്ടേഴ്സിൽ തന്നെ 5 വീണ്ടും ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഏതിനൊക്കെ വരുന്നുണ്ട്? 25ന് വരുന്നുണ്ട്, 75ന് വരുന്നുണ്ട്, 50ക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ 100ന് വരുന്നുണ്ട്. അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു 4 എണ്ണത്തിനും കൂടെ 5 ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ 24 കിട്ടുന്നത്. ഇപ്പൊ 100നെ ഫാക്ടറൈസ് ചെയ്യുക, പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് അഭാജ്യ സംഖ്യകളായിട്ട് ഫാക്ടറൈസ് ചെയ്യുക. അതിൽ 5ഉം 2ഉം കിട്ടി. അതിൽ 2വിൽ നമുക്ക് കുറെ ഫാക്ടേഴ്സ് വരുന്നതുകൊണ്ട് നമ്മൾ 5 ചൂസ് ചെയ്യുന്നു. അപ്പൊ 5ന്റെ ഫാക്ടേഴ്സ് 100നുള്ളിൽ വരുന്ന ഫാക്ടേഴ്സ് 20 എണ്ണം ഉണ്ട്. അതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ ഇതിനകത്ത് 5 ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ചില നമ്പേഴ്സിന് 5 ഒന്ന് കൂടുതൽ 5 ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ 25ന്റെ 75ന്റെ 50യുടെ 100ന്റെ ഈ 4 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ 24 കിട്ടും. A = A1, A2, A3 എങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഭാഗിക ക്രമം ഏതാണ്? അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. മാട്രിക്സ് 1 0 0 0 1 0 0 0 1. അത് 3 കണ്ടീഷൻസ് വെച്ചിട്ടാണ് പാർഷ്യൽ ഓർഡറിങ് കണ്ടുപിടിക്കുന്നത്. റിഫ്ലെക്സിവിറ്റി, ആന്റി സിമെട്രി ആൻഡ് ട്രാൻസിറ്റിവിറ്റി. അപ്പോൾ നമുക്ക് അങ്ങനൊന്നും നോക്കണ്ട. ജസ്റ്റ് ഒരു മെട്രിക്സ്, ഒരു സെറ്റ് തന്നു കഴിഞ്ഞാൽ അതിന്റെ പാർഷ്യൽ ഓർഡർ ഇങ്ങനെയാണ് വരുന്നത്. അതായത് എ ക്രോസ് എ എടുത്തു കഴിഞ്ഞാൽ A1 ≤ A1 തന്നെ ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ A2 ≤ A2 ആയിരിക്കും. A3 ≤ A3 ആയിരിക്കും. ഇതാണ് റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ പറയുന്നത്. അടുത്തത് ആന്റി സിമെട്രി ആണ്. അതായത് A1 ≤ B, പിന്നെ B അല്ല A2, തിരിച്ച് A2 ≤ A1. അതാണല്ലോ നമ്മൾ സിമെട്രി പറയുന്നത്.
അതുപോലെ ആന്റി സിമെട്രി പറയുമ്പോൾ A1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു A2, A2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു A1 ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? A1ഉം A2ഉം ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തതാണ് ട്രാൻസിറ്റിവിറ്റി. A1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു A2, A2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു A3, ദെൻ A1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു A3. ഈ 3 കണ്ടീഷൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സെറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. സെറ്റിൽ അപ്പോൾ വേറെ കണ്ടീഷൻസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഏത് എലമെന്റ് എടുത്താലും അത് അതിനോട് തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അപ്പോൾ അതിന്റെ പാർഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് പാർഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും.